പ്രശസ്ത ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് നൽകിയ പരാതിയിൽ പഴയൊരു സംവിധാനത്തിനെതിരായ IT ആക്ട് പ്രകാരവും കേസ് എടുത്തിട്ടുണ്ട്. ജീവന് ഭീഷണിയുണ്ടെന്ന് കാട്ടി പ്രമുഖയായ നടി നൽകിയ പരാതിയിൽ പ്രസിദ്ധനായ മറ്റൊരു പരസ്യ സംവിധായകനെതിരെയും കേസ് എടുത്തിട്ടുണ്ട്. നടിയെ ഫോണിലൂടെ തുടർച്ചയായി ശല്യം ചെയ്ത സംഭവത്തിൽ വേറൊരു സംവിധായകനെതിരെയും കേസെടുത്തിട്ടുണ്ട്. അതായത് സിനിമാ മേഖലയിൽ ഉയർന്നുവരുന്ന എല്ലാ പരാതിയിലും പോലീസ് കേസെടുത്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും അത് തന്നെയാണ് തുടരുന്നത്. മലയാള സിനിമയെ സംരക്ഷിക്കുക എന്ന നിലപാടാണ് LDF സർക്കാർ കൈകാര്യം ചെയ്തത്. മലയാള സിനിമാ രംഗത്ത് വളരെ വലിയ രീതിയിലുള്ള പ്രതിസന്ധിയായിരുന്നു ഉണ്ടായിരുന്നത്. കഴിഞ്ഞ LDF സർക്കാരിൻ്റെ കാലത്ത് അധികാരത്തിൽ വരുന്ന ഘട്ടത്തിൽ സിനിമാ രംഗം വലിയ പ്രതിസന്ധിയും സങ്കീർണതയും നേരിടുകയും ഏതാനും A ക്ലാസ് തിയേറ്ററുകളിൽ മാത്രമാണ് റിലീസിംഗ് സൗകര്യം വന്നുണ്ടായിരുന്നത്. ഇത് സിനിമാ ലോകത്ത് വലിയ പ്രശ്നം സൃഷ്ടിച്ചിരുന്നു. ഇത് മാറ്റി എല്ലാ ക്ലാസുകളിലും അവ പ്രദർശിപ്പിക്കുന്നതിനുള്ള ഇടപെടൽ നടത്താൻ LDF സർക്കാരിന് കഴിഞ്ഞു. സർക്കാർ നിയന്ത്രണത്തിലുള്ള തിയേറ്ററുകളെല്ലാം നവീകരിച്ച് കിഫ്ബി പദ്ധതിയുടെ സഹായത്തോടെ അതും ഫലപ്രദമായിട്ട് കൈകാര്യം ചെയ്തു. സർക്കാർ തലത്തിൽ തന്നെ OTT പ്ലാറ്റ്ഫോം ഇന്ത്യയിൽ ആദ്യമായി കൊണ്ടുവന്നത് സംസ്ഥാന സർക്കാരാണ്. ഫ്യൂഡൽ ജീർണത നിലനിൽക്കുന്ന ഇന്ത്യൻ സമൂഹത്തിൽ പുരുഷ മേധാവിത്വ സ്ത്രീവിരുദ്ധ ആശയങ്ങൾ നല്ലതുപോലെ കൈകാര്യം ചെയ്യപ്പെടുന്നു എന്നുള്ളത് ഇന്ത്യക്കാകെ ബാധകമായ ഒരു പൊതുചിത്രമാണ്. അത് സിനിമാ ലോകത്ത് അതിശക്തിയായ രീതിയിൽ തുടരുന്നു എന്നുള്ളതാണ് ഉയർന്നു വന്ന പ്രശ്നം. അതിൽ നിങ്ങൾ ഉപയോഗിക്കുന്നത് പോലെയുള്ള പദങ്ങളൊന്നും ഞാനിപ്പോഴും ഉപയോഗിക്കുന്നില്ല. അതിൽ സ്ത്രീകൾക്ക് തുല്യതയും അതുപോലെ തന്നെ പരിരക്ഷയും ഫലപ്രദമായിട്ട് അവർക്ക് സിനിമാ മേഖലയിലെല്ലാം സർവതലസ്പർശിയായ മേഖലയിൽ പുരുഷാധിപത്യം അവസാനിപ്പിച്ച് സ്ത്രീ തുല്യതയ്ക്ക് വേണ്ടിയുള്ള പ്രവർത്തനത്തിന് ഇടതുപക്ഷ ഗവൺമെന്റും പാർട്ടികളുമെല്ലാം ഒരു വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. ആ നിലപാട് ഇനിയും തുടർന്ന് മുമ്പോട്ടേക്ക് കൊണ്ടുപോകും. ഇപ്പോഴാണെങ്കിൽ ഹൈക്കോടതി ഇതിന്റെ ഭാഗമായിട്ട് ഇടപെട്ടു. വളരെ പ്രകോപനപരമായി ചില വാർത്താ മാധ്യമങ്ങൾ അതിനെ അവതരിപ്പിച്ചു. പക്ഷേ കൃത്യമായിട്ട് മറുപടി പറഞ്ഞു പോയ പശ്ചാത്തലത്തിൽ ആദ്യ പ്രകോപനം പിന്നെ അവസാനമാകുമ്പോഴേക്കും ഇല്ലാതായി. ഞാനതിൻ്റെ പേരൊന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ഏതായാലും ഗവൺമെന്റിനെതിരായിട്ട് എന്തോ വലിയ ഒരു വിധിയാണ് വന്നിരിക്കുന്നത് എന്ന രീതിയിലാണ് അവതരിപ്പിക്കാൻ ശ്രമിച്ചത്. അതായിരുന്നില്ല. ഗവൺമെന്റിനോട് ചോദിച്ചു, അതിന് എവിടെ വിറ്റ് കൊടുക്കാൻ പറഞ്ഞു. സീൽ ചെയ്ത കവറിലെല്ലാം വിശദാംശങ്ങളും പ്രസിദ്ധീകരിച്ചതും പ്രസിദ്ധീകരിക്കാത്തതും ഉൾപ്പെടെയുള്ളതെല്ലാം കോടതിയിൽ നൽകണം എന്നിപ്പോൾ പറഞ്ഞിരിക്കുകയാണ്. സ്വാഭാവികമായിട്ടും കോടതി എന്താണോ പറയുന്നത്, കോടതി എന്താണോ നിർദ്ദേശിക്കുന്നത്, അതിനനുസരിച്ച് ഗവൺമെന്റ് നിലപാടുകൾ സ്വീകരിച്ച് മുമ്പോട്ടേക്ക് പോകും. എത്ര ഉന്നതനായാലും അതിൽ നിന്ന് ഒഴിഞ്ഞു പോവാൻ ആരെയും അനുവദിക്കില്ല എന്ന ഉറച്ച നിലപാടാണ് മുഖ്യമന്ത്രിയും സാംസ്കാരിക വകുപ്പ് മന്ത്രിയും എടുത്തിട്ടുള്ളത്. ഹൈക്കോടതിയുടെ നിർദ്ദേശാനുസരണം ഇനി എങ്ങനെയൊക്കെയാണോ ഇതിൻ്റെ എല്ലാ വിവിധ വശങ്ങൾ കൈകാര്യം ചെയ്യപ്പെടേണ്ടത് എന്നുള്ളതിൻ്റെ കൃത്യധാരണയോടെ ഗവൺമെന്റിന് ഇടപെടാൻ പൂർണ്ണ മനസ്സാണുള്ളത് എന്ന് സാംസ്കാരിക വകുപ്പ് മന്ത്രി ഇന്നലെ തന്നെ പറയുകയുണ്ടായി. ഇവിടെ സ്ത്രീകൾക്കുള്ള നിരവധി മേഖലയിലുള്ള വിലക്ക് പ്രശ്നങ്ങൾ അതൊക്കെ പരിഹരിച്ചുകൊണ്ട് സ്ത്രീ തുല്യത തന്നെയാണ്
സമൂഹത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട നിലപാട്. അതിനുവേണ്ടി സിനിമാ മേഖലയിൽ ഉൾപ്പെടെ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കാനുള്ള ശ്രമമാണ് ഗവൺമെൻറ് നടത്തിയിട്ടുള്ളത്. ഇനിയും ആ രീതിയിലുള്ള ശ്രമമാണ് നടത്തുക എന്നതാണ് അത് സംബന്ധിച്ച് പൊതുവായിട്ട് പറയാനുള്ളത്. ഒരുപാട് കാര്യം ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, എണ്ണി പറഞ്ഞല്ലോ. ലൈംഗിക ചൂഷണത്തിന്റെ വ്യക്തിപരമായിട്ടുള്ള പ്രശ്നങ്ങളില്ല, കമ്മീഷൻ റിപ്പോർട്ടിന്റെ മുമ്പിലില്ല, അവർ കിട്ടിയതില്ലല്ലോ. ഇല്ല എന്നാ പറഞ്ഞത്. അത് രഹസ്യമായിട്ട് ഒരു തരത്തിലും രഹസ്യമായിട്ടുള്ള ഭാഗം എന്ന നിലയിൽ ഇനി വരട്ടെ. ഇനിയിപ്പം സുപ്രീം ഹൈക്കോടതിയുടെ മുമ്പിലേക്ക് വരികയല്ല. നമ്മള് അല്ല, കേസിന്റെ കാര്യത്തിൽ ഇത് തന്നെയാണ്. ആരെങ്കിലും പരാതിയായിട്ട് വന്നാലേ കേസെടുക്കാൻ പറ്റുള്ളൂ. സ്വാഭാവികമായ പ്രശ്നം അതല്ലേ. പൊതുവായിട്ടൊരു കേസെടുക്കാൻ പറ്റുമോ? അതിനിപ്പോ കോടതിയാണ്. നമ്മൾ തർക്കിച്ചിട്ട് വേറെ പ്രശ്നം ഉണ്ടാക്കേണ്ട കാര്യമില്ല. ഇനി വളരെ ചുരുക്കം ദിവസമേ ഉള്ളൂ. ആ ചുരുക്കം ദിവസത്തിനുള്ളിൽ കമ്മിറ്റി റിപ്പോർട്ടിലെ പ്രശ്നഭാഗങ്ങളൊന്നും വെട്ടിമാറ്റിയില്ല എന്ന് തന്നെയാണ് സർക്കാർ ഇപ്പോഴും വാദിക്കുന്നത്. ഒന്നും ഒളിച്ചു വെക്കാനില്ലെന്നും സർക്കാർ പറയുന്നുണ്ട്.